ഹായ്. അപ്പൊ നമ്മുടെ ഏറ്റവും പുതിയ സന്തോഷം എന്ന് പറഞ്ഞാൽ ആൻഡപ്പന്റെ അത്ഭുത പ്രവർത്തികൾ അല്ലേ? പടം എന്നാ റിലീസ്? ജൂലൈ 17th. അപ്പൊ എന്തൊക്കെയാണ് പടത്തിന്റെ വിശേഷം? പടത്തിന്റെ വിശേഷം ഇതൊരു കോമഡി പടമാണ്. മാത്രമല്ല ഒരു തിയേറ്ററിക്കൽ തമാശ പടം, ആൾക്കാർക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന പടം. സർട്ടിഫിക്കറ്റ് കണ്ട് നോക്കണ്ട, അടുത്ത് നമുക്ക് റിലീജിയസ് കോമഡി ആയതുകൊണ്ടാണ് നമുക്ക് തന്നത്. പക്ഷെ പടം എല്ലാ ആൾക്കാർക്കും, കുട്ടികൾക്കുൾപ്പെടെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു പരിപാടിയാണ്. ഫസ്റ്റ് പടം ഹോം ലെവൽസ് ഇഷ്ടപ്പെട്ട ആൾക്കാർക്ക് അവർക്ക് അവർക്ക് കേട്ടർ ചെയ്യുന്ന എല്ലാ സാധനങ്ങളും നമ്മൾ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. കിട്ടും. തിയേറ്ററിൽ മൊത്തത്തിലൊരു കത്തിക്കൽ ഉണ്ടാവുമോ? വിവാദങ്ങളൊക്കെ സൃഷ്ടിക്കാൻ അത് ആൾക്കാർ വെറുതെ പറഞ്ഞത്. വിവാദത്തിനപ്പുറത്തേക്ക് ഇതൊരു എന്റർടൈൻമെന്റ് സിനിമയായിരിക്കും. വിവാദം സംതിങ്. പക്ഷെ പടം വൈസ് നിങ്ങൾ എല്ലാവരും എൻജോയ് ചെയ്യുന്ന ഒരു പരിപാടി ഈ പടത്തിൽ ഉണ്ടാവുന്നുള്ളത് 100% ഗ്യാരണ്ടിയാണ് എനിക്ക്. കാരണം പടത്തിനകത്ത് ഫണ്ണുണ്ട്, അതിൻ്റെ ശരിക്കും രസമുള്ള ഫണ്ണുണ്ട്. പിന്നെ ഇതുവരെ കണ്ടിരിക്കുന്ന എല്ലാവരും എൻജോയ് ചെയ്തിട്ടുണ്ട് ഈ പടം. അപ്പോൾ അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് പരിപാടി രസമായിരിക്കും എന്നുള്ളതാണ്. പക്ഷെ അങ്ങനെയൊക്കെ പറഞ്ഞാൽ ഒരു പോസ്റ്ററിൽ തന്നെ വിവാദം ഇറക്കിയത് ആൾക്കാരാണ്. അപ്പൊ പിന്നെ എന്തായാലും നമുക്ക് ഇല്ല എന്ന് പറഞ്ഞാൽ അതൊരു ലളിതമായ മറുപടി ആയിട്ട് കൂട്ടാമോ? അല്ല, ഇതിപ്പോ പോസ്റ്റർ അതെ, ഓഫ്കോഴ്സ് അത് നമ്മൾ ആ ഇറക്കിയ സമയത്ത് പ്രശ്നം ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞ വെച്ചാൽ ഇത് നമ്മൾ ഒരു പ്രൊഡക്റ്റ് ചെയ്യാനല്ലേ നമുക്ക് പറ്റുള്ളൂ. ബാക്കി അതിന്റെ കൂടെ വരും വരാഴിക നല്ലതും ചീത്തയൊക്കെ നമ്മൾ അനുഭവിക്കാൻ എന്നുള്ളത് ചിലപ്പോൾ സിനിമയ്ക്ക് ഗുണം ചെയ്യും അത്. അപ്പൊ അതങ്ങനെ ആവണമെങ്കിൽ ആവട്ടെ എന്ന് ആലോചിച്ചോണ്ടിരിക്കുന്നത് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇവിടെ ഉള്ള ഒരു ഏകദേശം ക്രൂവിനൊക്കെ നമ്മൾ കണ്ട് ഇത്രയും നേരം കൊണ്ട് നിങ്ങളൊക്കെ ഏകദേശം മനസ്സിലായിട്ടുണ്ട്. ഈ പോസ്റ്ററിൽ കാണുന്ന ആളെയും നമുക്ക് മനസ്സിലായിട്ടുണ്ട്. പക്ഷെ ഇതൊന്നും അല്ലാതെ ആ ഒരു വൈറലായ പോസ്റ്റർ ഉണ്ട്, അതിൽ ഇവിടെ നിന്ന് കാണാത്ത കുറെ മുഖങ്ങൾ. അപ്പൊ അവരെ പറ്റി എന്താ പറയാ? അവര് ബാക്കിയുള്ള നമ്മുടെ ഡിസൈബിൾസായിട്ട് അഭിനയിച്ചവരാണ്. അവരിവിടെ ഇല്ലാത്ത US-ലാണ്, പലരും പല സ്ഥലങ്ങളിലാണ്. അവർ 17th ആകുമ്പോൾ അവർ തിരിച്ചെത്തും. അപ്പം അവരെല്ലാവരും ബാക്കി ഇത് മാത്രമല്ല, ഇവരെല്ലാവരും കൂടാതെ സിനിമയിൽ 10-250 പേരോളം അഭിനയിച്ചിട്ടുണ്ട് പുറത്തുനിന്നുള്ള. അപ്പോൾ അവർക്കെല്ലാവർക്കും എല്ലാവരും സിനിമയിൽ അഭിനയിക്കുന്ന ആഗ്രഹിക്കുന്ന ആൾക്കാരൊന്നുമല്ല. പക്ഷേ അത്രയും ആൾക്കാർക്ക് കൂടെ ഒരു ആഗ്രഹമാണ് ഈ സിനിമ എന്നുള്ളത്. സോ അതിനൊരു പാർട്ടാവാൻ പറ്റിയതിൽ എനിക്ക് സന്തോഷമുണ്ട്. പിന്നെ നമുക്ക് വേണ്ടി ഇത്രയും പരിപാടികൾ ചെയ്യുകയും അല്ലെങ്കിൽ ഇതിൻ്റെ കൂടെ നിൽക്കുന്ന ഫ്രെഡി എന്നുള്ളൊരു ഫ്രണ്ട് അവരാ പ്രൊഡ്യൂസ് ചെയ്തേക്കണേ. അപ്പോൾ അങ്ങനെ ഒരു എന്താ പറയണത്, ഒരു ഹാപ്പി ഫീലിംഗ് ആണ് എനിക്ക് ഈ പടത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ. അപ്പൊ ആ ഒരു പടത്തിൽ തന്നെ നമുക്ക് ഇപ്പോൾ അതിൽ ഒരുപാട് മുഖങ്ങൾ ഇപ്പൊ ഇവിടെ കാണാത്തവരുണ്ടായിരുന്നു. അപ്പൊ അടുത്തിരിക്കുന്ന പലരും അതിലൊരു യേശുക്രിസ്തുവും യൂദാസൊക്കെ ഉണ്ടോ? അന്ത്യത്താഴം പറയുന്നുണ്ട്. അതെ, ബാക്കിയൊന്നും ഞാൻ പറഞ്ഞ സിനിമയുടെ ത്രില്ല് പോയി. അതുകൊണ്ട് അത് സിനിമ കാണുന്നല്ലേ രസം. ക്രൈസ്റ്റ് കോമഡിയാണ്. ഓഫ് കോഴ്സ് ബൈബിളിൽ ഇൻസിഡൻസ് ഒക്കെ നമ്മൾ റീക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിനകത്തുള്ള എല്ലാ സാധനങ്ങളും തന്നെ ഓൾമോസ്റ്റ് ഉണ്ട്. അപ്പം അതിനകത്ത് റിസറക്ഷൻ ഉണ്ടോ, അന്ത്യത്താഴം അല്ലെങ്കിൽ ക്രൂസിഫിക്ഷൻ ഉണ്ടോ എന്നൊക്കെ സിനിമ കണ്ടിട്ട് കാണുന്നതല്ലേ നല്ലതെന്നാണ്. അപ്പൊ എന്തായാലും സിനിമ കണ്ടു തന്നെ അറിയണം. ചേട്ടൻ എന്ന് പറഞ്ഞാൽ ആങ്കറിങ്ങിലൊക്കെ പുലിയായിരുന്ന ഒരാളാണ്. അതുപോലെ പക്ഷെ എന്നെ പേഴ്സണലി ഈ ആങ്കറിങ് മേഖലയിലോട്ട് കൊണ്ടുവന്ന ഒരാൾ ആ പോസ്റ്ററിലുണ്ട്. അപ്പൊ എനിക്ക് പേഴ്സണലി ആളെ പറ്റിയുള്ള ഒരു കാര്യം ചോദിക്കണമെന്നുണ്ടായിരുന്നു. അഭിനയിച്ചതിൽ എങ്ങനെ ഉണ്ടായിരുന്നു? ആരാണ് ചേട്ടന്റെ തൊട്ടടുത്ത് അപ്പുറത്ത് പോസ്റ്ററിൽ കാണുന്ന സജിത അല്ല, നമ്മുടെ സബാന. ഓ നൈസ്. സബാന എൻ്റെ അമ്മയുടെ വീട് വെലങ്ങാട് എന്ന് പറയുന്ന സ്ഥലത്താണ്. അത് ഒരു വളരെ അകത്തോട്ടുള്ള സ്ഥലം. അവിടെ തന്നെ സബാൻ്റെ വീട്. അപ്പോൾ ഞങ്ങൾക്ക് അങ്ങനെയാണ് എനിക്ക് അവനെ പരിചയം ആക്ച്വലി. അപ്പോൾ സബാന ആക്ച്വലി ഒരു പ്രൊഫഷണൽ ആക്ടറാണ്. അവൻ പെർഫോം ചെയ്യുന്നത് ഭയങ്കര പ്രൊഫഷണൽ ആർട്ടിസ്റ്റുകൾ ചെയ്യണ പോലെ. സബാന കുറച്ചുകൂടി സിനിമകൾ കിട്ടിയാൽ അവനൊരു നല്ലൊരു സ്പേസ് ഉണ്ടെന്നാണ് എനിക്ക് തോന്നിയത്. അവൻ നന്നായി ചെയ്തിട്ടുമുണ്ട്. മാത്രമല്ല സബാൻ നമ്മുടെ പടം ചെയ്യണ സമയത്ത് നമ്മൾ ആദ്യം 2020 ഷൂട്ട് ചെയ്യുമ്പോൾ സബാൻ ഇപ്പോഴുള്ള ഈ മീഡിയയിലോട്ട് അങ്ങനെ എത്തിയിട്ടില്ല. അവൻ സ്റ്റാർട്ടിങ് സ്റ്റേജിലാണ് ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് ആ സമയത്ത് അവൻ ആക്ടിങ് തന്നെയായിരുന്നു അവൻ നോക്കിയിരുന്നതും. അവൻ ആക്ടിങ് ആയിരുന്നു അവന് ഇഷ്ടം. പിന്നീടാണ് അവൻ ഡൈവേർട്ട് ചെയ്ത് വേറെ കാര്യങ്ങളിലേക്ക് വരുന്നത്. എനിക്ക് അവൻ ആക്ടറായിട്ട് വന്നാൽ ഒരുപാട് പടങ്ങൾ ചെയ്യാൻ പറ്റുന്നതും അതിനുള്ള കാലിബർ ഉണ്ടെന്നാണ് എനിക്ക് അവനെക്കുറിച്ച് പറയാനുള്ളത്. അപ്പൊ ചേട്ടന്റെ അടുത്ത പടത്തിലും സബാൻ ചേട്ടനെ പ്രതീക്ഷിക്കാമോ? ഉറപ്പായിട്ടും സബാൻ സമ്മതിച്ച് അഭിനയിക്കുക എന്നുള്ളതാണ്. എന്നാലും അവന്റെ ഒരു ഇപ്പൊ പഴയതല്ലോ, അവനിപ്പം ഓൺലൈനിലെ പുലിയാണല്ലോ. അപ്പൊ പടങ്ങൾ പ്രൊമോഷൻ ചെയ്തു എന്ന ഒരാളെ ഞാൻ സത്യം പറഞ്ഞ ഇവിടെ ഇന്റർവ്യൂല് പ്രതീക്ഷിച്ചതാണ്, ചെയ്യാൻ വേണ്ടി വന്നതാണ്. അവൻ അവിടെ എന്തോ തിരക്കായിട്ട് പോയി, പനിയായിട്ട് പോയി. അതന്നെ അവൻ വയ്യെന്ന് പറഞ്ഞു. അല്ലെങ്കിൽ അവൻ ഇപ്പൊ നമ്മുടെ ഈ പടത്തിന്റെ ഷൂട്ടിങ്ങിന് ബാക്കി എല്ലാ പരിപാടിയും കട്ടയ്ക്ക് അവൻ ഫുൾ ടൈം നിന്നാണ് എല്ലാ കാര്യത്തിലും അവൻ ഉണ്ടായിരുന്നതാണ്. പിന്നെന്ന് വെച്ചാൽ ഈ ഇതിനകത്ത് പലരും നമ്മൾ 2020 തുടങ്ങിയ ഒരു പരിപാടിയും 2000 അങ്ങനെ പല സമയങ്ങളായിട്ട് ഷൂട്ട് ചെയ്ത് ടോപ്പ് ചെയ്തുകൊണ്ട്
പലരും ഇത് വലിയ വലിയ ലെവലിൽ ഇപ്പം പ്രശാന്ത് എന്ന് പറഞ്ഞൊരു ആക്ടറുണ്ട്. പ്രശാന്ത് ബ്രോ ഇപ്പം ആട്ടത്തിൽ അഭിനയിച്ചിട്ടില്ല നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോൾ. അതിനുശേഷം പുള്ളി ഇപ്പോൾ ഒത്തിരി പടങ്ങളിലായി. അപ്പോൾ നമ്മളിങ്ങനെ ഒരുപാട് പേരെ ഫസ്റ്റ് ഫിലിമായിരുന്നു. അതായത് വേറൊരു ഇതിനകത്ത് അഭിനയിച്ചിട്ട് പെൺകുട്ടി ഒരു നായികയായിട്ടൊരു പടം വന്നു. പക്ഷേ ആ സമയത്ത് ഇവരെല്ലാം ബിഗിനേഴ്സ് ആയിരുന്നു നമ്മൾ പടം ഷൂട്ട് ചെയ്യുന്ന സമയത്ത്. പിന്നെ ലേറ്റർ ഓൺ ആണ് അങ്ങനെ ഒരുപാട് പേര് ഈ സിനിമയിൽ അഭിനയിച്ച ആൾക്കാർ വർക്ക് ചെയ്തവർ പിന്നീട് വേറെ പരിപാടികളിൽ വന്നിട്ടുണ്ട്. പക്ഷെ നമുക്കൊരു കുറച്ച് സമയത്തെ ജേണി ആവേണ്ട വന്നു. കാരണം ഇത് ഈ ഫോർമാറ്റിൽ എത്താൻ വേണ്ടി പരിപാടികളും കോവിഡും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട്. സോ പക്ഷെ ഇന്നും ഈ പടത്തിനെ നമുക്ക് അതൊന്നും എഫക്റ്റ് ചെയ്തിട്ടില്ല. പടം വളരെ എൻ്റർടൈനിങ് ആയിട്ട് തന്നെ ഇപ്പോഴത്തെ കാലത്തോട് പിടിച്ചു നിൽക്കുന്ന രീതിയിൽ തന്നെ അത് വന്നിട്ടുണ്ടെന്നുള്ളതാണ് എനിക്ക് ഫൈനൽ ഔട്ട്പുട്ട് കണ്ടപ്പം ഞാൻ അങ്ങനെ തന്നെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. സോ പ്രൊഡക്റ്റ് കാണുമ്പോൾ ഒരു ഹാപ്പിനെസ് ഉണ്ടാവുമല്ലോ ആസ് എ ഡയറക്ടർ മേക്കർ. അതെനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് ഈ പടം കാണുമ്പോൾ. അപ്പോൾ എന്തായാലും ഈ പറഞ്ഞ ഹാപ്പിനെസ് എനിക്ക് ആ പോസ്റ്റർ കണ്ടപ്പോൾ ഈ പറഞ്ഞ പോലെ പേഴ്സണലി ഹാപ്പി ആയിരുന്നു. അപ്പോൾ അതുപോലെ പടം എന്തായാലും കാണുന്നവർക്ക് എന്തായാലും ഹാപ്പിനെസ് കിട്ടട്ടെ. യെസ്, ഓഫ് കോഴ്സ്. എനിക്ക് വളരെ സന്തോഷമുണ്ട്. അത് കാണുന്നവർ ഹാപ്പി ആവുന്ന തന്നെയാണ് എൻ്റെ ഒരു കോൺഫിഡൻസ്. നമ്മുടെ മുന്നിലുള്ള പടങ്ങൾ വെച്ച് നോക്കുമ്പോൾ എന്തായാലും ആവാനേ ചാൻസ്. ഒരു പ്രശ്നമുള്ളതെന്ന് പറഞ്ഞാൽ ആ ദിവസം തന്നെ ഒരു ക്ലാഷ് പടമുണ്ട്. എനിക്കതാണ് ക്രിസ്റ്റഫർ നോളനും ഞാൻ തമ്മിൽ ക്ലാഷാണ് 17th. അതുകൊണ്ട് പുള്ളി ആ ദിവസം വെച്ചാൽ എനിക്കൊരു പ്രശ്നമുള്ളൂ. അപ്പൊ എന്തായാലും പടം ഹിറ്റാവട്ടെ. നല്ല ഒരുപാട് ചർച്ചയാവുന്ന തിയേറ്ററുകളെ കത്തിക്കാൻ പാകത്തിൽ പടം ഹിറ്റ് അടിക്കട്ടെ. ഹിറ്റ് അടിക്കട്ടെ. അപ്പൊ എന്തായാലും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.